ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങിൻ്റേതാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ആ മാങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കലാന്ന്. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുമ്പോൾ ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാങ്ങയും ഇട്ട് പിന്നെ മാങ്ങയ്ക്ക് ആവശ്യമായ മധുരവും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കലാന്ന്. അപ്പോൾ ഈ പഞ്ചസാരക്ക് അതിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ ഞാൻ മാങ്ങൻ്റെ നല്ല പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിൽ നിന്നൊരു 3-4 ടേബിൾ സ്പൂണ് പൾപ്പെടുത്ത് പിന്നെ ഇതിലേക്കൊരു 1.5 കപ്പ് പാലുകൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങൻ്റെ പൾപ്പ് ഇങ്ങനെ അടിയാതെ പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. മിക്സിയിൽ ഇട്ടിട്ട് പാലും കൂടി അടിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ അടിയാണ്ട് ഇങ്ങനെ കലക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതാ ഇത്ര മതി, നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിന്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പൾപ്പിൻ്റെ ഒരു പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇത് ഭയങ്കര കട്ടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കേക്കിനെല്ലാം ആക്കുന്ന പോലെ കുറച്ച് ലൂസിൽ മതി. അഥവാ കട്ടിയായിപ്പോയില്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വീറ്റ് ചെയ്താൽ മതി. അതിപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടുന്നത് ബ്രെഡാണ്. ബ്രെഡ് ഇപ്പോൾ നിങ്ങൾ പുഡിങ് ട്രേ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലെ ബ്രൗൺ പീസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ട്രേയിലേക്ക് ഫസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ജ്യൂസിൽ ബ്രെഡ് മുക്കിയിട്ട് വെച്ച് കൊടുക്കലാന്ന്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് റിപ്പീറ്റായിട്ട് തന്നെ ആദ്യം വെച്ച പോലെ തന്നെ ചെയ്ത് കൊടുക്കലാന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടുന്നത് അത്ര ലെയർ ഇതുപോലെ ആക്കിയെടുക്കലാണ്. അതിപ്പോൾ ഒരു പുഡിംഗ് ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ പുഡിംഗ് ട്രേൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന മാങ്ങയും വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഇതാ ലാസ്റ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കുക. ക്രീം തേച്ചിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. ക്രീം അങ്ങനെ വല്ലാണ്ട് ലെവലാക്കുകയൊന്നും ചെയ്യണം. നമ്മുടെ സൈഡിൽ ഉള്ള ക്രീമെല്ലാം ഒന്ന് കളഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇതാ പൾപ്പ് ഞാൻ ഇതുപോലെ ആക്കിയിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കലാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല, കാര്യം ഞാൻ ഇതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു പുഡിങ്ങായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.